ചേട്ടാ അവരെന്നെ മാനസികമായിട്ട് ഉപദ്രവിച്ച് ചേട്ടാ. അവരെന്നെ ഭയങ്കര രീതിയിൽ തല്ലി മർദ്ദിച്ച് അവശനാക്കി. അവരിങ്ങനെയൊന്നും അല്ല വിചാരിച്ചേക്കുന്നത്. എല്ലാ ഭാഗത്തോട്ടും മെയിൻ ഓർഗണിൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും യൂറിനറിയിലവൻ തൊട്ടില്ല. ഭാഗ്യത്തിന് ഞാൻ ഇങ്ങനെ പുറത്ത് വെച്ചുകൊണ്ട് ബാക്കി എല്ലാ ഭാഗത്തിനും അങ്ങനെ ഉപദ്രവിച്ചു. നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അൻവർ ഷാ. അപ്പം ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അലൻ ജോസ് പെരേരയാണ്. അതെ, സ്വന്തം മാനേജർ കാറിനുള്ളിൽ വെച്ച് എടുത്തിട്ട് അലക്കി പഞ്ഞിക്കിട്ട അലൻ ജോസ് പെരേര. അപ്പം ഇതിനകത്ത് അലൻ ജോസ് പെരേര സ്വന്തമായ ഒരു ബ്രേക്കിംഗ് ന്യൂസ് സ്വന്തമായിട്ട് തന്നെ പുറത്ത് വിട്ടേപ്പുണ്ട്. ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ ആദ്യമായാണ് കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത്, അലൻ ജോസ് പെരേരയ്ക്ക് ഇടി കിട്ടി, കണ്ണൊക്കെ ഇടിച്ച് കലക്കി. പക്ഷേ ആദ്യം കുറച്ച് ഫാൻസി ഡ്രസ്സൊക്കെ എണ്ണം കാണിച്ചപ്പോൾ ഉണ്ടായിരുന്നു, അത് കണ്ടല്ലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചിരിക്കാനുണ്ട്, അതിന് സ്കിപ്പ് അടിച്ച് പോവല്ലേ. ഓക്കെ, അപ്പോൾ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. അപ്പോൾ വാർത്ത പറയുന്നത് എന്നെപ്പറ്റി തന്നെയാണ്. അപ്പോൾ എനിക്ക് എതിരെ വന്ന ഇന്നത്തെ ഒരു അതിക്രൂരമായിട്ടുള്ള മർദ്ദനത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ കൂടെ എൻ്റെ പപ്പയും ഉണ്ട്. പപ്പ സംസാരിക്കും ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അല്ലേ. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. കാരണം പുള്ളി ആശിഷ് എന്ന പുള്ളി എന്നെ വിളിച്ച് ശല്യപ്പെടുത്തിയതുകൊണ്ടാണ് ഞാൻ ഇന്ന് യാത്രയ്ക്ക് പോയത്. അവിടെ പോയിട്ട് ഡാൻസ് കളിച്ചു, പേയ്മെൻറ്റ് കിട്ടിയില്ല, ബാലൻസ് ഉള്ള ഇടാന്ന് പറഞ്ഞ് ഇട്ടില്ല. അതിനെ ചൊല്ലി തർക്കമുണ്ടായി. അങ്ങനെ വർത്താനം പറഞ്ഞ് പുള്ളി എന്നെ അതിക്രൂരമായിട്ട് ആക്രമിച്ചു. എൻ്റെ നെറ്റിയിലൊക്കെ മൊയയുണ്ട്. ഇത് കണ്ട, ഇവിടെ ഉണ്ടല്ലേ, ഇത് കണ്ട, ഇവിടെ മൊയയുണ്ട്, കണ്ട, ഇത് കണ്ട, വീർത്ത് തന്നെ കണ്ട ഇവിടെ. നാളെ എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. അത് എന്തായാലും പോകാണ്ടിരിക്കില്ല, പോവും. നമുക്ക് കമ്മിറ്റ്മെൻറ്റ്സ് എനിക്ക് തേങ്ങാപ്പുണ്ണാക്കല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിനായിട്ട് എന്തായാലും ഞാനും പോകുന്നുണ്ട്. സന്തോഷ് വർക്കിയും വരും. എന്തായാലും ഞാൻ പോകുന്നുണ്ട്. എന്തായാലും മാപ്സിക് മീഡിയയിലെ ആശിഷാണ് നമ്മൾ ഉപദ്രവിച്ചത്. ആദർശം എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്, പുള്ളി മര്യാദക്കാരനാണ്. പുള്ളിയായിട്ട് ചില രീതിയിൽ ചെറിയ രീതിയിലൊക്കെ ഒരു അരിയൻ ചേട്ടൻ രീതിയിലൊക്കെ ദേഹത്ത് മുട്ടാറുണ്ട്. പക്ഷെ എന്നാലും ഈ മർദ്ദിക്കുന്ന രീതിയിൽ ആദർശം ഒരിക്കലും ചെയ്തിട്ടില്ല. ആദർശിന് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. കാരണം ആദർശ് മാന്യനാണ്. ഈ കാര്യത്തിൽ ആദർശ് നിരപരാധിയാണ്. കാരണം ആദർശം ഒരിക്കലും എൻ്റെ കൂടെ പോരാൻ വരുന്നില്ല. അപ്പോൾ ആദർശം വരാത്ത എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ആദർശമാണെങ്കിൽ ഇത്രൂടെയൊക്കെ മാന്യമായിട്ട് പെരുമാറിയാന്. പക്ഷേ എന്തായാലും ആശിഷ് കാണിച്ചത് ചെമ്മാടിത്തരമാണ്. എന്തായാലും നിയമ നടപടി എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് നാളെ കേസ് കൊടുക്കും. എൻ്റെ പപ്പ ലോറൻസ് പെരേരയായിട്ടാണ് ഞാൻ പോകുന്നത്. എന്തായാലും നിയമത്തിൻ്റെ പുറകെയാണ് ഞാൻ. എന്തായാലും വണ്ടി നമ്പരും കാര്യങ്ങളൊക്കെ ഞാൻ വെക്കുന്നതായിരിക്കും. ഇനിയും ദൈവത്തോർത്ത് ഈ നമ്പറിൽ നിങ്ങൾ യൂബർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രം ഉത്തരവാദിത്വം ഉണ്ടാവുള്ളൂ. കാരണം യൂബറിൽ പോകണം. പക്ഷേ ആശിഷ് എന്ന, ഞാൻ ഫോട്ടോ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ആശിഷ് എന്ന യൂബർ ഡ്രൈവറിനെ ഇനി വിളിക്കരുത് ദയവ് ചെയ്ത്. എൻ്റെ അഭ്യർത്ഥന മാത്രമാണ്. കാരണം എനിക്ക് പറ്റുന്ന ഒരു പ്രവണത വേറെ ഒരു മലയാളിക്കും പറ്റാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാര്യം ഇത്രേ ഉള്ളൂ. പുള്ളി എനിക്ക് ഒരുപാട് ഫോൺ കോൾസ് വരും. 1-2 പെൺകുട്ടികളുടെ ഫോൺ കോൾ വന്നു. അപ്പം അതിനെ ചൊല്ലിയൊക്കെ ഒരു ടോക്കൊക്കെ നടന്നു. കാരണം ഈവനും പെണ്ണാ, അതൊക്കെ ഇങ്ങനത്തെ ടോക്കിന് ഞാൻ ഓർത്ത്. കാരണം നമ്മളെ എൻക്വയറിക്ക് വിളിക്കുന്ന പല പെൺകുട്ടികളുണ്ട്, ഫാൻ ഗേൾസ് എന്ന രീതി വിളിക്കുന്നവരുണ്ട്. ഞാൻ ഒരിക്കലും മോശം രീതിയിൽ സംസാരിക്കാറില്ല ഫോൺ വിളിക്കുമ്പോൾ. അപ്പോൾ മാന്യമായിട്ടുള്ള ടോക്സാണ്, അവരും കേട്ടതാണ്. എന്നിട്ടും ആ പെൺകുട്ടിയെ വിളിച്ചപ്പോൾ എന്നൊക്കെ പറഞ്ഞൊരു ചിരിച്ചാൽ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ പുള്ളി പറഞ്ഞ് എനിക്ക് റീത്ത് വെക്കുമെന്നൊക്കെ പുള്ളി പറഞ്ഞിരുന്നു. റീത്ത് ആടെ നെഞ്ചത്ത് വെക്കണമെന്ന് ദൈവം തീരുമാനിക്കും. അതല്ല കാര്യം. എൻ്റെ അമ്മമ്മ പെട്ടെന്ന് മരണപ്പെട്ടെന്ന് പറഞ്ഞ് എന്നെ ജീവനോടെ കത്തിക്കാൻ നോക്കുന്ന പലരും ഉണ്ട്. അവിടെ പറയാനുള്ളത്, കാറിൽ വെച്ച് കാറ് ലോക്ക് ചെയ്തിട്ടാണ് എന്നെ മർദ്ദിച്ചത് ആശിഷിൻ്റെ മൊബൈൽ നമ്പറല്ല, ഇത് കാറിൻ്റെ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ വെക്കും. ദയവ് ചെയ്ത് പോകാണ്ടിരിക്കുക. എന്തായാലും എനിക്ക് പറ്റിയൊരു അബദ്ധം നിങ്ങൾക്ക് ആർക്കും വരാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഇതുപോലൊരു അപകടം എനിക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ദുഃഖമായിട്ടുള്ള വാർത്തയാണ്. കാരണം തലനാര നിരക്കാണ് ജീവൻ രക്ഷ കിട്ടിയത്. ഇടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പുള്ളി, മനസ്സിലായ. കാരണം പുള്ളിയുടെ കൂടെ ഒരുപാട് നടിമാരുമായിട്ടും ഒരുപാട് താരങ്ങളായിട്ടൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ അനുഭവം ആദ്യമായിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഭാഗത്തായിട്ടുള്ള മോയ മനസ്സിലായി, ഇത്രയും വലിയ. ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് കയറിയിട്ടില്ല. പക്ഷേ ഈ ആക്രമണത്തിന് പിന്നെ ഇവിടെ
കൈത്തിലൊക്കെ പാടണമെന്ന് തോന്നുന്നു. കണ്ട ചുമലപ്പാട് ഇതിവിടെയൊക്കെ കണ്ട. അപ്പോൾ കൊല്ലാൻ ശ്രമിച്ചതെന്ന് തന്നെ പറയാം. കാരണം എന്തേ ചുമലപ്പാട് കണ്ട. അപ്പോൾ ഭാഗ്യത്തിനാണ് ഞാൻ കൈ പിടിച്ച് മാറ്റിയത്. എന്തായാലും നിയമത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നു. നിയമ നടപടി എടുക്കണം. കാരണം പുള്ളിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അല്ല, ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ ഒരാളെ അറസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കില്ലല്ലോ. പക്ഷേ എന്നെ ഇത്രയും ക്രൂരമായിട്ട് മർദ്ദിച്ചെങ്കിൽ ഇത് വധശ്രമമാണ് കേസെടുക്കേണ്ടത്. കാരണം ഇത് വീഡിയോ ചെയ്തിടാൻ കാരണം ഞാനൊരു സോഷ്യൽ മീഡിയ താരമാണ്. അപ്പോൾ എന്തായാലും എനിക്ക് പ്രതികരിക്കണം. പല കാര്യങ്ങളും എനിക്ക് നേരത്തെയുള്ള പല വിവാദങ്ങളിലും പല കൂട്ടുകാരന്മാർ രക്ഷിച്ചിരുന്നു. പക്ഷെ എന്തായാലും ഇതെന്തായാലും വെറുതെ വിടില്ല, നിയമ നടപടി എടുക്കും. ഇനി ആശിഷ് എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആശിഷിനെ ഞാൻ ഇടിക്കും. പകൽവട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായ എൻ്റെ അടുത്തേക്ക് ഇടിക്കാൻ വന്ന. അപ്പൊ കേട്ടല്ലോ, അലൻ ജോസ് പെരേരയ്ക്ക് പറയാനുള്ള ഇതൊക്കെയാണ്. പുള്ളിയെ ആക്രമിച്ചു മൃഗീയമായി കൈത്തേല് ചുവലപ്പാടുണ്ട്, പിന്നെ എന്തുവാ മൊയയുണ്ട്, മുഖത്ത് മൊയ വന്ന് അങ്ങനെയൊക്കെ. പുള്ളിയുടെ ഭാഷ ഏതായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. പിന്നെ 2 കൈ കൊണ്ടും പൊത്തിപ്പിടിച്ചുകൊണ്ട് പുരുഷത്വം ഉടയാതെ കാത്ത്. അത് തന്നെ ദൈവത്തിന് നന്ദി പറയട്ടെ. എന്തായാലും ആരെയും ഉപദ്രവിക്കുന്നതിന് നമ്മൾ കൂട്ടിക്കത്തില്ല, അത് നല്ലതൊന്നും പറയത്തില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കുവാന്നേ ശിക്ഷ ഇട്ടട്ടെ. പിന്നെ യൂബർ ടാക്സി മൊത്തം മോശക്കാരാണെന്നും പറയുന്നില്ല. ഇതിപ്പം ഈ അലൻ ജോസ് പെരേരയുടെ പരിപാടിക്കൊക്കെ മിക്കവാറും കൊണ്ടുപോകുന്ന വ്യക്തി ഈ പുള്ളി തന്നെയാണ്. പുള്ളിയുടെ ഒരു മാനേജർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ആ പുള്ളിയാണ് അവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി. കാറ് പൂട്ടിയിട്ട് കാറിനകത്ത് എടുത്തിട്ട് ഇടിച്ച്. എന്തായാലും നല്ല രീതിയിൽ ഇടി കിട്ടിയപ്പോൾ ഉണ്ട്, പാവം. എന്തായാലും എല്ലാം മാറിയണ്ണൻ പൂർവാധിക ശക്തിയോടുകൂടി സോഷ്യൽ മീഡിയയിൽ നീണാൽ വാഴട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. കൂടുതൽ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ.